കേരള സ്റ്റോറിയിൽ 4 പെൺകുട്ടികളാണ്. ഒരാൾ ഹിന്ദു, രണ്ടാമത്തെ ആൾ ക്രിസ്ത്യൻ, മൂന്നാമത്തെ ആൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മകളായി പിറന്ന ഹിന്ദു പേരുകാരി, നാലാമത്തെ ആൾ മുസ്ലിം. മുസ്ലിമായ പെൺകുട്ടി തൻ്റെ 2 കസിൻ സഹോദരന്മാരെ ഉപയോഗിച്ച് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതായാണ് ഈ സിനിമയിലെ കഥ. ഈ കാര്യത്തിലേക്ക് വരാം. ഈ പെൺകുട്ടികളെ വഴിതെറ്റിക്കാനായി തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രക്രിയ ഉണ്ട്. ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എളുപ്പം വഴങ്ങുന്നവളായി അവർ കണ്ടെത്തുന്നതാണ് ഹിന്ദു പെൺകുട്ടിയെ. ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളുടെ മതക്കാർ മതത്തെപ്പറ്റി പറഞ്ഞുകൊടുത്തു നന്നായി വളർത്തിയതിനാൽ അവളെ വഴിതെറ്റിക്കാനാകില്ലെന്നും അവളെ ഒഴിവാക്കാമെന്നും ഇടയ്ക്ക് പറയുന്നുണ്ട്. സിനിമയിലെ ഈ പോയിന്റാണ് ക്രിസംഖികളെ പടത്തിൻ്റെ ആരാധകരാക്കിയതെന്ന് വേണം കരുതാൻ. വംശശുദ്ധിയിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ച് ഇതര ക്രിസ്തീയ വിഭാഗക്കാരുമായി പോലും പ്രണയത്തിൽപ്പെട്ടു പോകാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുള്ള സമൂഹമാണല്ലോ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സമൂഹം. എന്തായാലും വർഗീയതയുടെ കാര്യത്തിൽ തങ്ങൾ ഒട്ടും പിന്നിലല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി രൂപത വീണ്ടും. തങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഇതര മതത്തിലുള്ളവരെ പ്രേമിച്ചാൽ മതം മാറിയാലല്ലാതെ വിവാഹം നടത്തി കൊടുക്കാനാകില്ലെന്നും മതം മാറി തങ്ങളുടെ കൂട്ടത്തിലെത്തിയാൽ അക്കാര്യത്തിൽ യാതൊരു മടിയില്ലെന്നുമാണല്ലോ ഈ സഭകളുടെയൊക്കെ നിലപാട്. എന്നിട്ട് പുറത്തിറങ്ങി മതേതരത്വം പ്രസംഗിക്കും, തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് പിൽക്കാല ചരിത്രങ്ങളൊക്കെ. ഇതര സമുദായാംഗങ്ങളെ പ്രണയിക്കുന്നതൊക്കെ മത തീവ്രവാദത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ബോംബും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരികയാണ് ഇവരുടെ പതിവ്. ചില വ്യക്തികൾ ചെയ്യുന്നതും സംഘടിത സമൂഹം ചെയ്യുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത മലയാളികളായ 3 പേരുടെയും ലക്ഷ്യം പുനർജന്മമായിരുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. പുനർജന്മവും മരണാനന്തര ജീവിതവുമൊക്കെ മിഥ്യയാണെന്നത് ശാസ്ത്രസത്യമാണ്. എന്നിട്ടും ചിലരതിൽ വിശ്വസിച്ചവശരാകുന്നതിൻ്റെ കാരണം അത്തരത്തിലുള്ള ചില സംഘടിത മതസമൂഹങ്ങൾ അവരെ മരണാനന്തര ജീവിതത്തെപ്പറ്റിയും മറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെയാണ്. ഇത്തരം കെടുതികളുണ്ടായിട്ടും ആ അന്ധവിശ്വാസങ്ങൾ തിരുത്താൻ തയ്യാറാകാത്ത ഇത്തരം മതവിഭാഗങ്ങളിൽ നിന്ന് ഒരു തരത്തിലും നാം മാനുഷികത പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത.